بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. സ്വപ്നം ഒരു മുഅ്മിനായ മനുഷ്യന്റെ വഹയിന്റെ ഭാഗമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു നാട്ടിൽ ഒരു സംഭവം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടിലെ ഭരണാധികാരിക്ക് സ്വപ്നം അള്ളാഹു കാണിക്കാറുണ്ട്. ഭരണാധികാരി മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല. അതിന്റെ ഉദാഹരണം സൂറത്ത് യൂസുഫില് അമുസ്ലിം ഭരണാധികാരിക്ക് വരാനിരിക്കുന്ന വരൾച്ചയെ അള്ളാഹു സ്വപ്നം കാണിച്ച സംഭവം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ ഫറോവയുടെ ജീവിതത്തിൽ ഒരു സ്വപ്നം ഉണ്ടായിട്ടുണ്ട്. സയ്യിദന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനം ഇസ്രായേലി സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി കടന്നു വരുന്നു. ഫറോവയുടെ ആധിപത്യത്തിന് വിരാമം കുറിക്കുന്നു. ഈ നിയോഗം സാക്ഷാൽ ഫറോവ തന്നെയാണ് ആ സ്വപ്നം കണ്ടത്. ഇസ്രായേലിയർ താമസിക്കുന്ന ഭാഗത്തു നിന്നും ഒരു വലിയ തീനാളം വന്നുകൊണ്ട് ഫറോവയുടെ കൊട്ടാരത്തെ നാമാവിശേഷമാക്കുന്നു. ഫറോവയുടെ കൊട്ടാരം ഇപ്പോൾ ഒരു പിടി ചാരമായി മാറുന്ന അവസ്ഥയിൽ തീ വന്ന് വിഴുങ്ങുന്ന ഒരു അപൂർവമായ സ്വപ്നം ഫറോവ കാണുകയാണ്. കാലഘട്ടത്തിന്റെ പണ്ഡിതന്മാരും കൊട്ടാരത്തിലെ പ്രമുഖരുമായ ആളുകളുമായി ഈ സ്വപ്നം അയാൾ ചർച്ച ചെയ്തപ്പോ വ്യാഖ്യാനം നൽകപ്പെട്ടത് ഇസ്രായേലി സമൂഹത്തിൽ ഒരു ആൺകുഞ്ഞ് പിറക്കുമെന്നും അത് ഫറോവയുടെ ഈ ആധിപത്യത്തിന് വിരാമമിടുന്ന ആളായിരിക്കുമെന്നും വ്യാഖ്യാനം നൽകപ്പെട്ടു. അതനുസരിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ സൂചിപ്പിച്ച പോലെ ഫറോവ പിറന്നു വീഴുന്ന ഇസ്രായേലി ആൺകുട്ടികളെ കൊല്ലാൻ ഉത്തരവിട്ടത് ഈ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. ഏതായാലും പ്രമുഖരുടെ ജനനവുമായി ബന്ധപ്പെട്ട് ചില സ്വപ്നങ്ങൾ ചരിത്രത്തിൽ ധാരാളം വായിക്കാനുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നവുമായി പിറവിയുമായി ബന്ധപ്പെട്ട സ്വപ്നം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിലും മറ്റും കാണാൻ കഴിയും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ പ്രിയപ്പെട്ട പിതാമഹൻ മഹാനവറുകൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. മഹാനായ പ്രിയപ്പെട്ട വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് ഒരു സ്വപ്നം കണ്ടിരുന്നു. അദ്ദേഹം കണ്ട സ്വപ്നം മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയുടെ മുഖദ്ദിമ പറയുന്നിടത്ത് ആ സ്വപ്നം വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്വപ്നത്തെ കുറിച്ച് പറയുന്നുണ്ട്. അന്നഹു റഅ സിൽസിലതൻ ബൈളാഅ ഖറജത് മിൻഹു അളാഅ ലഹൽ ആലം ഫഉവ്വിലത് ബിവലദിൻ യഖ്റുജു മിൻഹു യകൂനു കദാലിക എന്നാണ്. മഹാനായ അബ്ദുൽ മുത്തലിബ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഉദരഭാഗത്ത് നിന്നും ശരീരത്തിൽ നിന്നും ഒരു നീളമുള്ള വെളുത്ത ചങ്ങല പുറപ്പെട്ടിരിക്കാം. അറ്റം കാണുന്നില്ല, വലിയ ഒരു ചങ്ങല. ആ വെളുത്ത ചങ്ങലയിൽ നിന്നും പ്രകാശം ചിതറി വീണ് ലോകം മുഴുവൻ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നു. സന്തോഷകരമായ ഒരു സ്വപ്നം. അബ്ദുൽ മുത്തലിബ് കാലഘട്ടത്തിൽ സ്വപ്ന വ്യാഖ്യാനത്തിന് കഴിവുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ സമീപിച്ചപ്പോഴും പൂർവ പ്രമാണങ്ങളിൽ അവഗാഹമുള്ള അബ്ദുൽ മുത്തലിബിന്റെ സ്വമേധയാ ഉള്ള ചിന്തയിലും ഈ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകപ്പെട്ടത് മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു. ഫഉവ്വിലത് ബിവലദിൻ യഖ്റുജു മിൻഹു യകൂനു കദാലിക. ലോകത്തിന്റെ നാനാ ദിക്കിലുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് കാലാകാലം വെളിച്ചമെത്തിക്കുന്ന ഒരു മഹാനായ പേരക്കുട്ടി ജനിക്കാനിരിക്കുന്നു എന്നതായിരുന്നു ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമെന്ന് ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയുടെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഔലിയാക്കന്മാരുടെ സ്വാലിഹീങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് സ്വപ്നങ്ങളുടെ കഥകൾ നമുക്ക് പരിശുദ്ധമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയും. അതിൽപ്പെട്ട ഒരെണ്ണം ഞാൻ പറയാം.
ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്നല്ല, ഇക്കഴിഞ്ഞ 1000 കൊല്ലത്തിനുള്ളിൽ വന്ന ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനിക കവികളിലും പ്രവാചക പ്രേമ കവിതകളിലും നമുക്ക് പ്രത്യേകം കാണാൻ കഴിയുന്ന ഒരു മഹാനാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി. ചെറിയ വ്യക്തിത്വമൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ദേശസ്നേഹത്തെ എത്ര കണ്ട് ലോകത്തെ പ്രകീർത്തിക്കപ്പെടുന്നുവോ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവാചക സ്നേഹത്തെയും പ്രകീർത്തിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അല്ലാമ ഇഖ്ബാലിന്റെ പിറവിയുടെ മുന്നേ പ്രിയപ്പെട്ട പിതാവ്, സൂഫിയായിരുന്ന പിതാവ്, സൂക്ഷ്മതയിൽ ജീവിച്ചിരുന്ന പിതാവ്, മഹാനായ ഷെയ്ഖ് നൂറുദ്ദീൻ എന്ന് പറയുന്ന ആ മഹാനവറുകൾ കണ്ടിരുന്ന സ്വപ്നം, ഇഖ്ബാലിന്റെ പിതാവ്, പ്രിയപ്പെട്ട പിതാവ് നൂർ മുഹമ്മദ്, നൂറുദ്ദീൻ അല്ല നൂർ മുഹമ്മദ് എന്ന അദ്ദേഹം കണ്ടിരുന്ന സ്വപ്നം, ഒരു വലിയ മൈതാനത്തിൽ ധാരാളം ആളുകളുണ്ട്. ഈ ആളുകളുടെ ഇടയിൽ ബഹുമാന്യനായ ഇഖ്ബാലിന്റെ പിതാവ് നൂർ മുഹമ്മദുമുണ്ട് റളിയല്ലാഹു അൻഹു. അപ്പോൾ പെട്ടെന്ന് ഒരു വെളുത്ത പ്രാവ് പറന്നു വന്ന് നൂർ മുഹമ്മദിന്റെ മടിയിലിരിക്കുന്നു. അദ്ദേഹം അതിനെ തലോടുന്നു, താലോലിക്കുന്നു, പിന്നീട് അത് പറന്നു പോകുന്നു. ഈ സ്വപ്നത്തിന് ആ കാലഘട്ടത്തിന്റെ പണ്ഡിതന്മാർ കൊടുത്ത വ്യാഖ്യാനം ഒരു വിശുദ്ധിയുടെ പ്രഭയുമായി, ഒരു പ്രവാചക സ്നേഹത്തിന്റെ പ്രതീകമായി ഒരു പൊന്നുമോൻ താങ്കൾക്ക് ജനിക്കാനുണ്ട് എന്നുള്ളതായിരുന്നു. അങ്ങനെ ധാരാളം ആളുകളുടെ ജനനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം സ്വപ്നങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ പ്രമുഖരുടെ ജനനത്തിന് മുന്നേ ഒരു സ്വപ്നം ഉണ്ടാകും. സ്വപ്നം ഇസ്ലാമിൽ വലിയ സ്ഥാനമുള്ളതാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഒരു സത്യവിശ്വാസിയുടെ സ്വപ്നം വഹയിന്റെ 46-ൽ ഒരു അംശമാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹയിന്റെ ഭാഗം തന്നെയാണ്, പക്ഷെ വഹയിന്റെ ഇൻഫർമേഷനിൽ കിട്ടുന്ന, വഹയായി വരുന്ന അറിയിപ്പുകളിൽ കിട്ടുന്ന കാര്യങ്ങളെ 46 ആക്കിയാൽ അതിൽ ഒരു അംശം ഈ ഒരു സ്വപ്നത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു ആദരിച്ചവർക്ക് കൊടുക്കുന്ന ഒരു മഹത്തായ പ്രതിഭാസമാണ്, അത്ഭുതമാണ് സ്വപ്നം. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വ ജീവിതത്തിൽ ഇത് ധാരാളം കാണാനുണ്ട്. മറ്റു നബിമാരുടെ പ്രവാചകത്വ ജീവിതത്തിലും ഈ സ്വപ്നം വഹയായിരുന്നു. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മകനെ അറുക്കാൻ കൊണ്ടുപോകുന്നത് സ്വപ്നം വഹയായിരുന്നതുകൊണ്ടാണ്. ഇബ്രാഹിം നബിക്ക് ആ സ്വപ്നം വഹയാണ് എന്ന് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. മകനോട് പറയുന്നു, ഞാൻ ഇന്നലെ രാത്രി നിന്നെ അറുക്കുന്നത് സ്വപ്നം കാണുന്നു, നിന്നെ അറുക്കണമെന്ന് സ്വപ്നം കാണിക്കപ്പെട്ടു. ഫന്ദുർ മാതാ തറ, പൊന്നെ നിന്റെ അഭിപ്രായം എന്ത്? ഖാല, മകന്റെ പ്രതികരണം, യാ അബത്തി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ വാപ്പ. വലിയ ഇഷ്ടം കൂടുമ്പോ വിളിക്കുന്ന ഒരു പ്രയോഗ, യാ അബത്തി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അങ്ങേക്ക് അള്ളാഹു എന്താണോ അറിയിച്ചത്, വാപ്പയുടെ സ്വപ്നം വഹയാണ് എന്ന് മകൻ അംഗീകരിച്ചു കഴിഞ്ഞു. മകൻ അംഗീകരിച്ചത് ഒരു വാസ്തവമായ വസ്തുതയായതുകൊണ്ട് അള്ളാഹു അത് ഖുർആന്റെ ആയത്താക്കി. അള്ളാഹു അങ്ങയോട് കൽപ്പിച്ചതെന്തോ അത് മുഴുവനും ചെയ്തോ. അറുക്കണം എന്നാ പറഞ്ഞത്, അറുത്ത തുണ്ടം തുണ്ടമായി വലിച്ചെറിയണം എന്നാ പറഞ്ഞത്, ചെയ്തോ. എന്തോ കൽപ്പിച്ചത് അത് ചെയ്തോ. അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അറുക്കാൻ പറഞ്ഞപ്പോ അന്ന് അർത്ഥോന്ന് മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ അറിവിൽ മാത്രം പരിമിതപ്പെടുമായിരുന്നു മകന്റെ സമ്മതം. അള്ളാഹു എന്ത് കൽപ്പിച്ചാലും അത് അങ്ങ് അതുപോലെ തന്നെ ചെയ്തോ, എനിക്ക് സമ്മതമാണ്. ഞാൻ തീർച്ചയായും അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരം ഇതിനോട് സഹകരിക്കുന്നവനും ഇതിൽ ക്ഷമിക്കുന്നവനുമായി എന്നെ കണ്ടെത്താൻ അങ്ങേക്ക് കഴിയും പിതാവേ. മകന്റെ സമ്മതം വാപ്പയുടെ സ്വപ്നത്തെ വഹയായി അംഗീകരിക്കൽ വഴിയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സിലാണ് നുബുവത്ത് കിട്ടുക. എല്ലാവർക്കും അങ്ങനെയാണല്ലോ.
ജനനം റബീഉൽ അവ്വൽ 12-ന്. പ്രമുഖമായ ഒരു അഭിപ്രായം നമുക്കൊന്ന് ആലോചിക്കാനുള്ള ഒരു ചെറിയൊരു ടിപ്പാണി പറയുന്നു. റബീഉൽ അവ്വൽ 12-ന് ജനിക്കുന്ന ആൾക്ക് 40 വയസ്സ് പൂർത്തിയാകുന്നത് 40-ാം കൊല്ലത്തിലുള്ള ഒരു റബീഉൽ അവ്വൽ 12-ലായിരിക്കുമല്ലോ. അങ്ങനെയാണല്ലോ. എന്നാൽ മുത്തായ നബിക്ക് വഹ്യ് വരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം വഹ്യ് അറിയിക്കുന്നത് റമളാനിലാണ്. അപ്പൊ റബീഉൽ അവ്വൽ 12 40 വയസ്സാകുന്ന ആ റബീഉൽ അവ്വൽ 12 40 വയസ്സാകുന്നത് ഏതെങ്കിലും ഒരു റബീഉൽ അവ്വൽ 12-ലായിരിക്കുമല്ലോ. ജനനം ആ ദിവസത്തിലായതുകൊണ്ട് 40-ാമത്തെ കൊല്ലം റബീഉൽ അവ്വൽ 12-ന് 40 വയസ്സാകുന്നു. അവിടുന്ന് അതിന് ശേഷം വരുന്ന റമളാനിലേക്ക് ഇനി 6 മാസം കൂടിയുണ്ട്. ദീനിന്റെ ആദ്യ കാലഘട്ടത്തിന്റെ 6 മാസം. അള്ളാഹുവിന് ഒരുപാട് കാര്യങ്ങൾ മുത്ത് നബിയോട് നിർദ്ദേശിക്കാനുള്ളത് എങ്ങനെ വന്നു ആലോചിച്ചിട്ടുണ്ട്. അമ്പിയാക്കളുടെ സ്വപ്നം അവർക്ക് നേർക്ക് നേർ വഹ്യാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഏറ്റവും വലിയ അനുഭവമാണ്. ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരാനുണ്ട്. ഈസാ നബിയെ ഈസാ നബി എന്ന് തന്നെ എല്ലാവരും വിളിക്കാം. എന്തായിരിക്കും ഈസാ നബിക്ക് അള്ളാഹു കൊടുക്കുന്ന നിർദ്ദേശത്തിന്റെ വഴി? സ്വപ്നമാണ്. വഹ്യ് തീർന്നു. ചുരുക്കി പറയാം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നം വലിയ നിർണായകമായ സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ധാരാളം സംഭവങ്ങൾ നമുക്കിത് സംബന്ധമായി കാണാൻ കഴിയും. ചില ഉദാഹരണങ്ങൾ പറയാം. ഒന്നാമത് പറയാം, നമ്മൾ ഇസ്ലാമിക ശറഇൽ വാങ്കുവിളി എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട് അല്ലെ. ഈ സമുദായത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. പൂർവകാല സമുദായങ്ങൾക്ക് അള്ളാഹു ബാങ്ക് ശറഅാക്കിയിട്ടില്ല. ഈ സമുദായത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതേക്കുറിച്ചുള്ള ബാലപാഠം ആർക്കും അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കാരണം അത് ഈ സമുദായത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. നിസ്കാരം ആദം നബി മുതൽക്കുള്ള സർവ്വ നബിമാരുടെ സമൂഹത്തിലും നിസ്കാരമുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെ സമൂഹത്തിലും നോമ്പുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങളുടെ മുൻപ് ജീവിച്ചിരുന്നവർക്ക് നോമ്പ് ഫറലാക്കപ്പെട്ടപ്പോൾ അവരോട് പറഞ്ഞ നിബന്ധനയും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഫറലാക്കപ്പെട്ടു. അപ്പൊ പൂർവികർക്ക് നോമ്പുണ്ടായിരുന്നു, നിസ്കാരമുണ്ട്. സയ്യിദുനാ ആദം അലൈഹിസ്സലാം 90 ഹജ്ജ് ചെയ്തെന്ന ഹദീസിലുള്ളത്. പൂർവകാലത്തെ ആളുകൾക്ക് എല്ലാ അമലുമുണ്ട്. പക്ഷേ ഒരു രൂപരേഖ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന വാങ്കിന്റെ വിഷയത്തിൽ പൂർവകാലത്ത് കാണാനില്ല. കാരണം അൽ അദാനു വൽ ഇഖാമത്തു വഹുമാ മിൻ ഖസാഇസി ഹാദിഹിൽ ഉമ്മ. ഈ സമുദായത്തിന്റെ മാത്രം പ്രത്യേകതയാ വാങ്ക്, ഇഖാമത്ത്. ഒരു മുൻധാരണ അതേക്കുറിച്ചില്ല. അപ്പോൾ നിസ്കരിക്കാൻ ആളെ കൂട്ടണം, ജമാഅത്തായിട്ട് നിസ്കരിക്കണം. അതിനെന്ത് ചെയ്യണം? ഇസ്ലാമിലെ വാങ്ക് വിളി ഒരു നിർണായകമായ ഒരു സ്വപ്നത്തിന്റെ ഭാഗമാണ്. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഒരു ഹദീസ് പറയുന്നത് കാണാം. മഹാനായ അബൂ ഉമൈർ ഇബ്നു അനസ് തങ്ങള് ഉദ്ധരിക്കുന്നു, ഇഖ്തമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിസ്സലാത്തി കൈഫ യുജ്മഉൻ നാസു ലഹാ. ഹബീബിന്റെ സദസ്സിൽ ഒരു ചിന്താ പ്രശ്നം വന്നു. എല്ലാരും ഉണ്ട് കേട്ടോ, പ്രമുഖരൊക്കെ ഉണ്ട്. പുന്നാര നബി തങ്ങളുടെ സദസ്സിൽ ഒരു ചിന്താ പ്രശ്നം വന്നു, ഒരു ആലോചന വന്നു. എങ്ങനെയാണ് നിസ്കരിക്കാൻ ആളെ കൂട്ടേണ്ടത്? ഫഖീല ലഹു, ഒരു സ്വഹാബിയുടെ അഭിപ്രായം, നബിയേ സബ്റായതൻ ഇൻദ ഹുദൂരിസ് സ്വലാഹ്. നിസ്കാരത്തിന്റെ സമയമാവുമ്പോൾ ഒരു കൊടി ഉയർത്താ, ഒരു പതാക ഉയർത്തി ഇങ്ങനെ ഉയരത്തിൽ ഇങ്ങനെ വെക്കുമ്പോൾ അതിങ്ങനെ പാറിക്കളിക്കുന്ന അകലേന്ന് ആളുകൾ കാണും. അപ്പൊ നിസ്കാരത്തിന്റെ സമയമായെന്ന് മനസ്സിലാക്കും. അങ്ങനെ ആളുകൾ അതിലേക്ക് വരും. കണ്ടവർ കാണാത്തവരോട് വിളിച്ചു പറയുകയും ചെയ്യും. ചിലര് കാണുമ്പോ ചിലരോട് പറയും, ദേ അവിടെ പതാക ഉയർത്തി നിസ്കരിക്കാൻ സമയമായി, പോരെ, വാങ്ക് വന്നിട്ടില്ല. ഈ ഒരു അഭിപ്രായം ഒരു സ്വഹാബി പറഞ്ഞപ്പോ അത് പ്രായോഗികമാണെന്ന് റസൂലുള്ളാഹിക്ക് തോന്നിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പണ്ട് മറ്റൊരു സ്വഹാബി പറഞ്ഞു, നമുക്ക് ശംഖ് വിളിക്കാം, കാഹളമുദം ശംഖ് വിളിക്കാം.
അതാണ് ഇപ്പൊ നമ്മുടെ ഈ പരിസരത്തുള്ള ജൂതന്മാരൊക്കെ അത് ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പൊ നമുക്കത് വിപണിയിൽ കിട്ടാനുമുണ്ട്, അത് ഉപയോഗിക്കാം നബിയെ. ഇത് കേട്ടപ്പോ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഹുവ മിൻ അംരിൽ യഹൂദ് ഫലം യുഅ്ജിബുഹു ദാലിക. അത് നമുക്ക് പറ്റൂല മോനെ, ജൂതന്മാരുടേതല്ലേ. ഒരു നിലക്കും നമുക്ക് ആരാധനയിൽ അവരോട് സാമ്യത പാടില്ല. അതുകൊണ്ട് ജൂത സമൂഹം ചെയ്യുന്നത് അനുകരിക്കൽ നമുക്ക് പറ്റാത്തതാണ്, അത് ഒഴിവാക്കാം. അപ്പോഴാണ് മറ്റൊരു സഹാബി പറഞ്ഞത്, ജൂതന്മാരുടേതാണെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. ഇവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാർ വലിയ മണി കൊണ്ടുവന്ന് മണിദാതം കിലുക്കിയിട്ടാണ് അവരുടെ ചർച്ചുകളിലേക്ക് ജനങ്ങളെ കൂട്ടമണി അടിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. നമുക്ക് അതിന്റെ ഒരു ഭാഗമായി ഒരു വലിയ മണി നാട്ടിയിട്ട് നമുക്ക് അതുവഴി ജനങ്ങളെ ക്ഷണിച്ചുകൂടെ? അപ്പോൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പറ്റൂല, അതും നമുക്ക് പ്രായോഗികമല്ല. ഹുവ മിൻ അംരിൻ നസ്വാറ, അത് ക്രിസ്ത്യാനികളുടെ പണിയാണ്, നമുക്കത് യോജിച്ചതല്ല. അങ്ങനെ ആ സദസ്സ് ഒരു തീരുമാനത്തിലാവാതെ പിരിഞ്ഞു. ആ സദസ്സ് ഒരു തീരുമാനത്തിലാവാതെ പിരിഞ്ഞപ്പോ സദസ്സിന്റെ പ്രമുഖമായ സാന്നിധ്യമായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. സദസ്സെന്ന് പിരിഞ്ഞു. ഓരോരുത്തരുടെ മനസ്സിലും ഒരു പുതിയ ഐഡിയ. അടുത്ത സദസ്സ് കൂടുമ്പോൾ, അടുത്ത ദിവസം പുണ്യനബിയുടെ അടുക്കൽ സംഗമിക്കുമ്പോൾ, അന്ന് അവിടെ പങ്കുവെക്കാൻ, ചർച്ച ചെയ്യാൻ ഒരു പുതിയ കാര്യം കണ്ടെത്തണം. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിന്റെ അകത്ത് വല്ലാത്ത ആശങ്കയായി, പടച്ചോനെ ഇനി എന്ത് ചെയ്യണം? കാരണമുണ്ട്. മുഖ്തമുല്ലി ഹമ്മി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് ഒരു ചിന്താ വിഷയമുണ്ട്, എങ്ങനെ നിസ്കരിക്കാൻ ആളെ കൂട്ടണമെന്ന കാര്യത്തിൽ. അത് എന്റെയും ചിന്താ പ്രശ്നം തന്നെയാണ്. അന്നത്തെ രാത്രിയിൽ ആ മഹാൻ സ്വപ്നം കണ്ട വാക്കുകളാണ് വാങ്കിന്റെ ലഫ്ളുകൾ. 11 സ്വഹാബികളെ കണ്ടത്, 11 സ്വഹാബികൾ. ഏതായാലും മഹാനവറുകൾ അത് കാണുകയും ഹബീബിന്റെ മുന്നിൽ വന്ന് അവതരിപ്പിക്കുകയും ചെയ്തു. ഈ വാങ്കിന്റെ ലഫ്ളുകളാണ് പിന്നീട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞത്. കാരണം വഹുവ അന്താ സൗതം മിൻക, ഏറ്റവും നല്ല ശബ്ദം കേൾക്കാൻ ഇമ്പമാർന്ന ശബ്ദം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റേതാ. ആ രീതിയിലാണ് പിന്നീട് ഈ സ്വഹാബി സ്വപ്നം കണ്ട് മറ്റു സ്വഹാബികളും കണ്ടു എന്ന് പറയപ്പെടുകയും അത് പുണ്യനബി അംഗീകരിക്കുകയും ചെയ്ത് വഹ്യ് അതിന്റെ പിന്നാലെ വന്ന് ഇത് ശർഇനോട് ചേർക്കണമെന്ന നിർദ്ദേശം വരികയും ചെയ്യുക വഴിയാണ് വാങ്ക് നമ്മുടെ മതത്തിന്റെ ഒരു ചിഹ്നമായി ചേർക്കപ്പെട്ടത്. അപ്പൊ സ്വപ്നം വഴിയാണ് സംഭവ ബഹുലമായ വാങ്കിന്റെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയുന്നത്. സ്വപ്നത്തിലൂടെയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഏതായാലും അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു കണ്ട സ്വപ്നത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സ്വപ്ന വിശേഷം മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഫത്ഹുൽ മുഈനിൽ കാണാം. വിശദമായി അതിങ്ങനെ പറയുന്നുണ്ട്. വാങ്കിന്റെ അധ്യായം തുടങ്ങുന്നിടത്ത് ഫത്ഹുൽ മുഈൻ ഇതെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാ ഫിഖഹിന്റെ കിതാബിലും ചരിത്രം പറയുന്നുണ്ട് കേട്ടോ. ഫത്ഹുൽ മുഈനിൽ പ്രത്യേകം എടുത്ത് ഇങ്ങനെ പറയുന്നത് ആദ്യം തന്നെ വാങ്കിന്റെ ഇഖാമത്തിന്റെ അധ്യായം അങ്ങ് തുടങ്ങുന്നത് ഈ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സില് എങ്ങനെയാണ് ജനങ്ങളെ ജമാഅത്ത് നിസ്കാരത്തിന് പങ്കെടുപ്പിക്കുക എന്ന ചർച്ചയിൽ അവസാനം ചർച്ച ചെയ്തത് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന വലിയ മണി, അത് കൊണ്ടുവന്നിട്ട് അത് നാട്ടി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ആ ശബ്ദം ഉപയോഗിക്കാം എന്ന് പറഞ്ഞ ചർച്ചയാണ് അവസാനം വന്നത്. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് അതൊരു തർക്കേടില്ല എന്ന് തോന്നിയ ആളാണ് മഹാനായ ഈ വാങ്കിന്റെ ലഫ്ളുകൾ സ്വപ്നം കണ്ടതായി ചരിത്രത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അവസാനം പ്രവാചക സദസ്സിൽ ചർച്ച ചെയ്തത് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന രീതി അവലംബിക്കാമെന്നതായിരുന്നു. ആ ഐഡിയയോട് ഈ സ്വഹാബിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ മനസ്സിൽ അതുണ്ടായിരുന്നു. മഹാനവറുകൾ അത് മനസ്സിലിട്ടുകൊണ്ട് എന്തായാലും നേരം വെളുക്കുമ്പോ ഒരു അഭിപ്രായം പറയണമല്ലോ നബിയോട്, ഒന്ന് കണ്ടെത്താമെന്ന ആലോചനയില് ഈ ക്രിസ്ത്യാനികളുടെ വിഷയം മനസ്സിലുണ്ട് കേട്ടോ. അദ്ദേഹം അങ്ങനെയാണ് കിടന്ന് ഉറങ്ങിയെന്ന്. ആ സമയത്ത് വാന നായിമുൻ റജുലുൻ യഹ്മിലു നാഖുസ, മഹാനവറുകൾ പറയാണ്, ഞാൻ ജനങ്ങളെ നിസ്കാരത്തിലേക്ക് വിളിച്ചുകൂട്ടാൻ, പുണ്യനബിയോട് അഭിപ്രായം പറയാൻ, എന്റെ ഒരു ആശയം പങ്കുവെക്കാൻ, നാളത്തെ രാവിലെയുള്ള സദസ്സിൽ പങ്കുവെക്കാൻ എന്ത് കണ്ടെത്തണമെന്ന ആലോചനയിൽ ഞാൻ കിടക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരു മനുഷ്യൻ ഒരു മണി ചുമന്നുകൊണ്ടു പോകുന്നു.
ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, യാ അബ്ദുല്ലാഹ് തബീഉൻ നാഖൂസ്, എടോ എന്തൊരു വലിപ്പമുള്ള മണിയാണ്, നീ എങ്ങോട്ടാ ഇത് ചുമന്നു കൊണ്ടുപോകുന്നത്? സ്വപ്നാണ് കേട്ടോ, അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു സ്വപ്നാണ്. ഇത്രയും വലിയ ഒരു മണി നീ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത് കൊണ്ടുപോകുന്ന എനിക്ക് ആവശ്യമുണ്ട്, നിനക്കെന്തിനാണിത്? അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് സ്വപ്നത്തിലൂടെ തന്നെ അയാളോട് ചോദിച്ചു, നീ അത് വിൽക്കുന്നുണ്ടോ? ഞാൻ പണം തരാം, ഞാൻ വിൽക്കാം, പക്ഷെ സ്വീകരിക്കുന്ന നീ ഇത് എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾ മുസ്ലിമീങ്ങൾ നിസ്കരിക്കാൻ ആളെ കൂട്ടാൻ എന്ത് വഴി സ്വീകരിക്കണമെന്ന ചർച്ച ഇന്നലെ നടന്നു, പക്ഷെ അത് ഫലം കണ്ടിട്ടില്ല. ഇത്രയും മനോഹരമായ ഒരു മണിനാദം കേട്ടാൽ ജനങ്ങൾ വരുമെന്ന അഭിപ്രായം, അത് ബലപ്പെടുത്താൻ നാളെ എനിക്ക് ആവശ്യം വരും. സ്വപ്നത്തിലാ ചോദിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിന്റെ മണി നീ എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മണിയും ചുമന്നുകൊണ്ടു പോകുന്ന മനുഷ്യൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അവലാ അദുല്ലുക അലാ മാ ഹുവ ഖൈറും മിൻ ദാലിക. അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദേ, നിങ്ങൾ എന്നോട് ഈ മണി ചോദിച്ചു വിൽക്കുന്നുണ്ടോന്ന്? നിങ്ങൾക്ക് നിസ്കാരത്തിന് ആളെ കൂട്ടാനാണല്ലോ വേണ്ടത്. എന്നാൽ ഈ മണി കിലുക്കി ആ ശബ്ദം കേൾപ്പിച്ച ആളെ കൂട്ടുന്നതിനേക്കാളും ഖൈറായ ഒരു വഴിയുണ്ട്, അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഓ, അത് നീ നാളെ ആ സദസ്സിൽ പ്രസന്റ് ചെയ്യ്, അത് വിജയിക്കും. എന്താണ് ഇതിലും ഖൈറായ ഒരു വഴി? സ്വപ്നത്തിലൂടെ അയാൾ പറഞ്ഞു, ഈ മണി ചുമന്നു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അയാൾ പറഞ്ഞു, മുസ്ലിമീങ്ങളുടെ നിസ്കാരത്തിന് ആളെ കൂട്ടാൻ ഞാൻ പറഞ്ഞു തരുന്ന പണി, നിങ്ങളിൽ ഏറ്റവും നല്ല ശബ്ദമുള്ള ആള് ഉച്ചത്തിൽ വിളിച്ചു പറയണം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വാങ്കിന്റെ അമരധ്വനി വിളിച്ചു പറയുമോനെ, വാങ്കിന്റെ അമരധ്വനി വിളിച്ചു പറയണം. ഈ വാങ്കിന്റെ അമരധ്വനികൾ മുഴുവനും ഇങ്ങനെ ഓരോന്നായി അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നു. നല്ല ഓർമ്മയുള്ള സ്വപ്നം. ആയിഷ ബീവിയുടെ ദുആ എന്താ? അല്ലാഹുവേ, ഞാൻ കാണുന്ന സ്വപ്നം എനിക്ക് ഓർമ്മയുള്ളതായിരിക്കണം. നേരം പുലരുമ്പോൾ ഞാൻ കണ്ട സ്വപ്നം എന്താണ് എന്നതിനെ കുറിച്ച് എനിക്കൊരു ബോധം ഉണ്ടാവണം, എനിക്ക് ഓർമ്മയുണ്ടാവണം. ഒരു സത്യവിശ്വാസിയുടെ വഹയിന്റെ ഭാഗമായി അള്ളാഹു കൊടുക്കുന്ന ഒരു വലിയ ഇൻഫർമേഷനാണ് സ്വപ്നം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ സ്വപ്നം നമുക്ക് ഓർമ്മയുള്ളതാവണം. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഈ സ്വപ്നം നമുക്ക് പ്രയോജനമാവണമെങ്കിൽ ഇത് ഓർമ്മയുള്ളതാവണം. ഓർമ്മയുള്ള സ്വപ്നത്തിന് വേണ്ടിയിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് ഈ അവസരം അള്ളാഹു ഒരു വലിയ അനുഗ്രഹമായി കൊടുക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്ന അവസാനത്തെ ഒരു ദുആ ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റുഅൻ സ്വാലിഹത്തൻ സ്വാദിഖത്തൻ ഗൈറ കാദിബത്തിൻ നാഫിഅത്തൻ ഗൈറ ളാറത്തിൻ ഹാഫിളത്തൻ ഗൈറ നാസിയാ. പടച്ചോനെ റബ്ബേ, സ്വാലിഹായ നല്ല സ്വപ്നം ഞാൻ നിന്നോട് ചോദിക്കട്ടെ അല്ലാ. അല്ലാഹുവേ, കള്ളത്തരം പറയുന്ന സ്വപ്നം കാണിക്കല്ലേ അല്ലാ. ഉപകാരമുള്ള സ്വപ്നം കാണിക്കണേ അല്ലാ. ഉപദ്രവിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന സ്വപ്നം എനിക്ക് വേണ്ട അല്ലാ. അല്ലാഹുവേ, എനിക്ക് നേരം പുലർന്നാൽ ഹാഫിളത്തൻ ഓർമ്മ കിട്ടുന്ന സ്വപ്നമായിരിക്കണം കാണേണ്ടത്. ഗൈറ നാസിയ മറന്നു പോകുന്ന സ്വപ്നം കാണല്ലേ അല്ലാ. ഇവിടെ എല്ലാ ലക്ഷണവും ഒത്ത സ്വപ്നമാണ് അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് കണ്ടിരിക്കുന്നത്. വഹയിന്റെ 46 ഒരു അംശം എന്ന് പറഞ്ഞ ആ കാറ്റഗറിയിലുള്ള സ്വപ്നമാണ് അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. മഹാനായ സഹാബി സ്വപ്നത്തിൽ സന്തോഷം കൊണ്ട് വല്ലാതെ അങ്ങ് ആനന്ദിച്ചപ്പോൾ, സന്തോഷിച്ചപ്പോൾ, വല്ലാതെ പുളകമണിഞ്ഞപ്പോൾ ആഗതൻ സ്വപ്നത്തിൽ വന്ന ആളങ്ങ് പോവുകയാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അയാൾ ഇങ്ങനെ പോവാ. കുറച്ചങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വപ്നത്തിൽ തന്നെയാണ് സംഭവം. ആ മനുഷ്യൻ കുറച്ചങ്ങോട്ട് അയാൾ നടന്നു, മണിയും ചുമന്നുകൊണ്ടാ പോകുന്നത്. പെട്ടെന്ന് അയാൾ തിരിച്ചു വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ, നിസ്കാരത്തിന് ആള് കൂടിക്കഴിയുമ്പോൾ നിസ്കാരം തുടങ്ങാൻ നേരം വാങ്ക് മാത്രം പോരാ,
നിസ്കാരത്തിന് ഇഖാമത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനവും ഇതിന്റെ കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ഇഖാമത്തിന്റെ ലഫ്ളും അയാൾ പറഞ്ഞു കൊടുക്കുകയാണ് സ്വപ്നത്തില്. മഹാനവറുകൾക്ക് സന്തോഷായി. ഫലമ്മ അസ്ബഹത്തു, സുബഹിക്ക് തന്നെ അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബർതുഹു, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി കണ്ട സ്വപ്നമൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നഹാ ലറുയൻ ഹഖുൻ ഇൻഷാ അല്ലാഹ്, ഇതാണ് ലക്ഷണമൊത്ത ഒരു പൂർണ്ണമായ സ്വപ്നം. ഇത് ഹഖായ സ്വപ്നമായി ഇൻഷാ അല്ലാഹ്, ഇത് ആവശ്യമുള്ള സ്വപ്നമായി ഇൻഷാ അല്ലാഹ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു സയ്യിദിനോട് പറഞ്ഞു, ഇനി സമയം കളയേണ്ട, തീരുമാനമായി കഴിഞ്ഞു. ഖും മഅ ബിലാൽ, ബിലാലിനെ വിളിച്ചുകൊണ്ട് പോകണേ റളിയല്ലാഹു അൻഹു. ഫഅൽഖി അലൈഹി മാ റഅയ്ത, ഇന്നലെ നീ കണ്ട സ്വപ്നത്തിൽ പറയപ്പെട്ട വാക്കുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് നബിയെ. ബിലാലിനത് പറഞ്ഞു കൊടുക്ക്. ബിലാൽ ഫൽയുഅദ്ദിൻ ബിഹി, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വാങ്ക് വിളിക്കട്ടെ. ആദ്യത്തെ വാങ്ക്. എന്താ കാരണം എന്നറിയോ? നീ വിഷമിക്കണ്ട, നീ വിഷമിക്കണ്ട ബിലാൽ, നീ കണ്ട സ്വപ്നം ബിലാൽ വാങ്ക് വിളിക്കാൻ നീ വിഷമിക്കണ്ട. ഫഇന്നഹു അന്താ സൗതം മിൻക, നീ വിളിച്ചാൽ എത്തുന്ന ശബ്ദമല്ല ബിലാലിൻ്റെത്, കുറെ കൂടുതൽ ആളുകൾക്ക് എത്താൻ പറ്റിയ മധുരമുള്ള ശബ്ദവും നല്ല ശക്തമായ ആരോഗ്യമുള്ള ശബ്ദവുമാണ്. ബിലാൽ വിളിക്കട്ടെ. അങ്ങനെ ഞാൻ ചെന്നു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി. എന്നിട്ട് ഫജഅൽതു ഉൽഖീഹി അലൈഹി, ഇതെല്ലാം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് ഞാൻ പറഞ്ഞു കൊടുത്തു. വാങ്കിന്റെ ലഫ്ളുകളൊക്കെ പറഞ്ഞു കൊടുത്തു. മഹാനവറുകൾ വാങ്ക് വിളിച്ചു. ഈ വാങ്ങിന്റെ ശബ്ദം കേട്ടപ്പോൾ ഒരു നിശബ്ദത പൊതുവെ ലോകത്ത് എല്ലാ സ്ഥലത്തും നിഴലിച്ച് കണ്ടു. പെട്ടെന്ന് സ്വഹാബികൾ പലരും കേട്ട്, ഈ ശബ്ദം കേട്ട് എല്ലാവരും ഓടി ഓടി വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് ഇത് കേട്ടു. വഹുവ ഫീ ബൈതിഹി, മഹാനവറുകൾ അവിടുത്തെ വീട്ടിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുമ്പോഴാണ് ഈ ശബ്ദം കേട്ടത്. ഫഖറജ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഓടി പരിശുദ്ധമായ പള്ളിയിലേക്ക് ഓടി വന്നു. വരുമ്പോൾ തലയിലിടേണ്ട തട്ടൻ ഉമർ ഇബ്നുൽ ഖത്താബ് വലിച്ചുകൊണ്ടാ ഓടി വരുന്നത്. സമയം കിട്ടിയിട്ട് ഇത് കേട്ടപ്പോ അതിന്റെ ആവേശം കൊണ്ട് ഇങ്ങോട്ട് ഓടി വരാം. എന്നിട്ട് പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവേ തന്നെയാണ് സത്യം. ഫലില്ലാഹിൽ ഹംദു, നബിയെ അല്ലാഹുവിനെ സ്തുതി പറയട്ടെ. ഞാൻ റഅയ്തു മിസ്ല മാ റഅ, അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് കണ്ട അതേ സ്വപ്നം തന്നെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു നബിയെ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലില്ലാഹിൽ ഹംദ്. ഇത് കേട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, നന്നായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് കണ്ട സ്വപ്നമല്ലേ ഇപ്പൊ വിളിച്ചു പറഞ്ഞത്? അത് ഞാനും കണ്ടിട്ടുണ്ട്. ഒരു റിവായത്തിലുണ്ട്, അബൂദാവൂദ് ഇമാം ഉദ്ധരിക്കുന്ന റിവായത്തിലുണ്ട്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഇത് 20 ദിവസം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വകാന ഉമർ ഇബ്നുൽ ഖത്താബ് ഖദ് റആഹു ഖബല ദാലിക, ഇത് കണ്ടിരുന്നു. ഫകതമഹു 20 യൗമൻ, 20 ദിവസത്തോളം മഹാനവറുകൾ ഇത് മറച്ചു വെച്ചു. സുമ്മ അഖ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വാങ്കുവിളി കേട്ട ശേഷമാണ് മഹാനവറുകൾ വന്നിട്ട് ഇത് പറയുന്നത്. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ ഞാൻ 20 ദിവസം മുമ്പ് ഇത് കണ്ടതാ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനാഅക അൻ തുഖ്ബിറനി, എന്താ എന്നിട്ട് നേരത്തെ എന്നോട് പറയാതിരുന്ന? ഇന്നലെ ഈ കണ്ട ചർച്ചയൊക്കെ നടന്നപ്പോ ഒന്നുമില്ല നബിയെ, നാണിച്ചിട്ടാ ഞാൻ പറയാതിരുന്നത്. മാത്രമല്ല ഇപ്പൊ പറഞ്ഞെന്തേ? ഇപ്പോഴും എനിക്ക് നാണമുണ്ട്. സബഖനി അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് ഫസ്തഹയൈതു, അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് എന്നെക്കാൾ മുമ്പ് പറഞ്ഞല്ലോ, ഞാൻ ഇനിയും പറഞ്ഞാൽ നാണാവാണ് നബിയെ, അതുകൊണ്ടാ പറയാതിരുന്നത് എന്ന്. കാരണം ഇത് പ്രായോഗികമാകോ ഇല്ലയോ എന്ന വിഷയത്തിൽ അവിടെ എല്ലാവരും ഇങ്ങനൊരു ചിന്ത തന്നെ പോയിട്ടില്ല. അങ്ങനെയുള്ളടത്താണ് ഏതായാലും നമ്മൾ ചിന്തിക്കണം. സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ വളരെ വിലയുള്ളതാണ്. ലോകാവസാനം വരുമ്പോൾ നല്ല സ്വപ്നമില്ല. എന്ത് കാരണം? നല്ല സ്വപ്നം നല്ല മനുഷ്യന്മാർക്കുള്ളതാണ്. ലോകാവസാനത്തിന്റെ അടയാളമാണ് നല്ല സ്വപ്നം കാണാൻ പറ്റൂല എന്നത്. ലോകാവസാനത്തിന്റെ അടയാളം. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം തുർമുദി ഉദ്ധരിക്കുന്നുണ്ട്, ഇദാ ഖതറബ സമാൻ, ലോകം അവസാനത്തോട് അടുക്കുമ്പോൾ ലം തഖദുറു യൽ മുഅ്മിനി തക്ദിബു, നല്ല സ്വപ്നം കിട്ടാത്ത കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് മനുഷ്യന്മാർ സ്വപ്നത്തിൽ എന്തെല്ലാം കണ്ടിട്ടുണ്ട് അല്ലേ? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രായപൂർത്തിയായ അന്ന് മുതൽക്ക് വഫാത്താകുന്ന അന്ന് വരെ കാണാതിരുന്നിട്ടില്ല.
മഹാനായ സയ്യിദുന മാലിക് റളിയല്ലാഹു അൻഹു, നമ്മുടെ രണ്ടാമത്തെ മദ്ഹബിന്റെ ഇമാമായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒറ്റ രാത്രിയും പ്രായപൂർത്തിയായ ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നത് ഒഴിവായിട്ടില്ല. അങ്ങനെയൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നല്ല സ്വപ്നം കാണാം. ഏറ്റവും നല്ല സ്വപ്നം അതല്ലേ? ആ സ്വപ്നം കാണാൻ നമുക്ക് അല്ലാഹുവേ, പഴയകാലത്തെ ആലിമീങ്ങൾക്കൊക്കെ നല്ല നല്ല സ്വപ്നങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ മഹാനായ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ഊനിയൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു മൂമിനായ മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത് വേദനയില്ലാത്ത മരണമാണല്ലോ. മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. വേദനയില്ലാത്ത മരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ടുള്ള മരണം, ആ മരണം സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കാണ്. എങ്ങനെ ഈ മരണത്തിന് വേദന ഇല്ലാതെ വരാ? സ്വർഗം കണ്ട് മരിക്കുമ്പോ വേദന ഇല്ലാതെ വരുമല്ലോ. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു സൂഫിയായ മഹാന് ഈ പറയപ്പെട്ട ആശയത്തോട്, മൂമിനായ മനുഷ്യൻ മരിക്കുമ്പോൾ മരണവേദന അറിയില്ല, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ഈ പറഞ്ഞ ആശയത്തോട് പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന് പറ്റണില്ല. ഇത് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? അതെ. അപ്പൊ നബിയോട് തന്നെ ചോദിക്കാം, എന്താ നബിയെ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ലാസ്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാ മരണവേദന കുറയും, അനുഭവപ്പെടൂല എന്നൊക്കെ പറഞ്ഞല്ലോ. ഇത് എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? എനിക്ക് മനസ്സിലാവുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങൊന്നൊരു വിശദീകരണം ഇതിന് തരണം. മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു വഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ദർസ് നടക്കുമ്പോൾ സംശയം വരലില്ല, എന്നാൽ മഹാനവറുകൾക്ക് ഒരു മറുപടി കൊടുക്കാൻ പറ്റാത്ത വിധം ഒരു സംശയം ഉന്നയിക്കപ്പെട്ടാൽ ഞാൻ ഇമാം ബുഖാരിയോട് ചോദിച്ചിട്ട് നാളെ പറയാം എന്നാണ് പറഞ്ഞിരുന്നത്. അത്രത്തോളം അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു സ്വപ്നത്തെ ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താൻ കഴിയുമായിരുന്നു. ഈ പറയപ്പെട്ട വലിയന് നേരത്തെ പറഞ്ഞ ഹദീസ്, അതായത് മരണ സമയത്ത് ഒരു മൂമിനായ മനുഷ്യന് മരണവേദന ലളിതമാകുമെന്ന് പറഞ്ഞ ആശയം അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നപ്പോ നബിയോട് തന്നെ ചോദിക്കാമെന്ന് എത്രയോ നൂറ്റാണ്ട് മുമ്പ് വഫാത്തായി പോയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ചോദിക്കാൻ ഈ സ്വാലിഹായ, ഈ മഹാനായ സൂഫിയായ വലിയ തീരുമാനിച്ചു. അവിടെ തന്നെ ചോദിക്കാം. അങ്ങനെ തീരുമാനിച്ചപ്പോൾ മരണത്തിന്റെ അധ്യായത്തിൽ മഹാനായ ഇമാം മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ തീരുമാനിച്ചു, റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ തീരുമാനിച്ചു കിടന്ന് അവർക്ക് കാണാൻ പറ്റും. അത്രത്തോളം അവർ നല്ലവരായിരുന്നു, അത്രത്തോളം അവർ നല്ലവരായിരുന്നു എന്ന് കണ്ട് ചോദിക്കണമെന്ന് തീരുമാനിച്ചു. അർവാഹിന്റെ ലോകത്തേക്ക് ഒരു സഞ്ചാരം. കിടക്കുന്ന മനുഷ്യൻ, നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകൾക്ക് മുമ്പ് ചർച്ച ചെയ്ത ഒരാൾ മരിക്കലാണ് ഉറക്കം, അല്ലെ? മരണം എന്ന് പറഞ്ഞ റൂഹ് ശരീരത്തിൽ നിന്ന് പോകലാണല്ലോ. വഹുവല്ലദീ യതവഫാകും ബില്ലൈലി വയഅലമു മാ ജറഹ്തും ബിന്നഹാർ. പരിശുദ്ധ ഖുർആൻ. രാത്രികളിൽ നിങ്ങളെ മരിപ്പിക്കുന്നവനാണ് അല്ലാഹ്. മരണം എന്ന് പറഞ്ഞാൽ റൂഹിന്റെ സഞ്ചാരമാണ്. റൂഹ് ഇറങ്ങി അങ്ങ് പോവാം, റൂഹോട് ചേരും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ വഫാത്ത് സംഭവിച്ച, ശരിയായ മരണം സംഭവിച്ച ആളും ഈ മഹാനായ വലിയ ഉറക്കത്തിലേക്ക് കയറിയാൽ യഥാർത്ഥ മരണമല്ലെങ്കിലും ഒരു മരണത്തിലേക്ക് എത്താം. അപ്പൊ അർവാഹിന്റെ ലോകത്ത് അവരും സംഗമിക്കും. അത് സ്വപ്നം വഴിയാവാം. അതിന്റെ ഒരു പിക്ചർ ഇങ്ങനെ മനസ്സിലൂടെ വരാണ്. അല്ലാതെ സ്വപ്നം എവിടെ കാണുന്നു, എങ്ങനെ കാണുന്നു, തലയിലാണോ നെഞ്ചത്താണോ, സ്വപ്നം കണ്ണിലാണോ കാണുന്നത്, അള്ളാഹുവിനറിയാം. സ്വപ്നത്തെ കുറിച്ച് പറയുന്നത് പ്രതിഭാസം എന്ന, കൃത്യമായി അതിനെ പറയാൻ കഴിയാത്തൊരു സാധന സ്വപ്നം. അത് അനുഭവത്തിലാണ്. അതിനൊക്കെ പ്രതിഭാസം എന്ന് പറയാം. ഈ മഹാനായ വലിയ മുത്തു നബിയോട് സംഗമിച്ചു, ചോദിച്ചു, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, സത്യവിശ്വാസിയുടെ വഫാത്തിന്റെ നേരത്ത്, മരണത്തിന്റെ നേരത്ത് മരണവേദന എളുപ്പമാണെന്ന് പറഞ്ഞത് എന്താ? മനസ്സിലാകുന്നില്ലല്ലോ മോനെ. സൂറത്ത് യൂസുഫ്, സൂറത്ത് യൂസുഫ് നീ പാരായണം ചെയ്തു നോക്ക്. ഞാനാ പറഞ്ഞതിന്റെ ആശയം അവിടെയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹാനായ മനുഷ്യൻ, ഈ സൂഫിയായ മഹാനവറുകൾ എണീറ്റ് പോയി ഒളു എടുത്ത് വന്നിട്ട് സൂറത്ത് യൂസുഫ് അങ്ങോട്ട് പാരായണം ചെയ്തു. അപ്പോഴുണ്ട് അതിൽ സുലൈഖയുടെ കൊട്ടാരത്തിലെ ആപ്പിള് മുറിക്കുന്ന കുസൃതി കുസുമങ്ങളായ പെണ്ണുങ്ങളുടെ വിരൽ മുറിഞ്ഞു പോകുന്ന ചരിത്രം എവിടെയുണ്ട്? സൂറത്ത് യൂസുഫില്. ആ സമയത്ത് വിരല് മുറിഞ്ഞതിന്റെ വേദന, സൗന്ദര്യധാമമായ
യൂസഫ് നബിയുടെ ആ പ്രകാശപൂരിതമായ മുഖത്ത് നിന്നും അവർ കണ്ട ആ സൗന്ദര്യത്തിൽ ലയിച്ചപ്പോൾ, ഈ വേദന അറിയാതെ പോയപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ചിന്തിച്ചു, സ്വർഗം കണ്ട് മരിക്കുന്ന ഒരു മുഅ്മിൻ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരണനേരത്ത് കാണാൻ പറ്റുന്ന, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനത്തെ ഒരാൾക്ക് ആപ്പിള് മുറിഞ്ഞപ്പോ കൈ മുറിഞ്ഞു, ആ കൂട്ടത്തിൽ വേദന അറിയാത്ത പെണ്ണുങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് ആലോചിക്കാം. അതൊരു പൂർണ്ണ സൗന്ദര്യത്തെ അല്ല കണ്ടത്, അപകടം പിടിച്ചൊരു സൗന്ദര്യ കണ്ടത്. അപകടം പിടിച്ച സൗന്ദര്യം ആയതുകൊണ്ട്, അപൂർണമായ സൗന്ദര്യമായതുകൊണ്ട് കൈ മുറിയേണ്ടി വന്നതെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ആ അപൂർണമായ സൗന്ദര്യത്തെക്കാളും ഒരു പൂർണ്ണ സൗന്ദര്യമായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു മരിക്കുമ്പോൾ 3 പ്രാവശ്യം കാണാൻ പറ്റാ ദുനിയാവിന്ന്. ഒന്ന്, ഒരു മുറബ്ബിയായ ശൈഖിന്റെ മുരീദായി മുറാഖബയുടെ അവസ്ഥയിൽ ഇങ്ങനെ ദിക്റിലായി ലയിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹിനെ കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തൻഹായി കെ സബ് ദിൻ, തൻഹായി കെ സബ് രാത്തെ, अब होने लगे उनसे खलवत में मुलाकातें, हर लहज़ा तशफ़ी है, हर आन तसल्ली है, हर वक्त है दिलजोई, हर दम है मदारातें, कौसर के तकाज़े है, तस्नीम के वादे है, हर रोज यही चर्चे, हर रोज यही बातें, मिअराज किसी हासिल सजदों में कैफियत. മഹാനായ മുഹമ്മദ് അലി ജൗഹർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അദ്ദേഹം പറയുന്നു, തൻഹായി കെ സബ് ദിൻ, തൻഹായി കെ സബ് രാത്തെ, അബ് ഹോനെ ലഗേ ഉൻസേ ഖൽവത്ത് മേ മുലാഖാത്തെ. ഏകാന്തമാണ് എന്റെ രാവുകൾ, ഏകാന്തമാണ് എന്റെ പകലുകൾ. എന്റെ ഏകാന്തതയിൽ ഞാൻ ഒറ്റക്കിരിക്കുമ്പോൾ എന്റെ മുന്നിൽ അവിടുത്തെ വരാറുണ്ടേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്ത് നബിയാണ് ഈ പറയപ്പെട്ട അവിടുത്തെ. അവിടുന്ന് എന്റെ അടുക്കൽ വരാറുണ്ട്. അംബിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ റൂഹും വീടേ വരുന്നവർ, അതുപോലെ തന്നെ ലായിക്കത്തന്മാരും അവരുടെ മജ്‌ലിസിൽ ഹാളിറാകുന്നവർ. ആവണ്ണം നമ്മുടെ ഖോജാ റസൂലുള്ളാഹ് അവരുടെ റൂഹും വീടേ വരുന്നവർ. മഹാനായ ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ സദസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് വരുമായിരുന്നു. അത്രത്തോളം ചിന്തിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്ന നമുക്ക് മരണത്തിന് മുന്നേ മുറാഖബയിൽ കാണാൻ, നേരെ കാണാൻ പറ്റുമെന്നൊക്കെ അതിനർത്ഥമുണ്ട്. അങ്ങനെ ദിക്റിന്റെ ഹാലിലിരിക്കുമ്പോൾ മുത്തുനബിയെ കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ എന്തോരം ദിക്ർ ചൊല്ലണം. അതിന് സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലാൻ അങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോ ചിരിച്ചു പോകും. മുത്ത് വന്നുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥ. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യ് തമ്പുരാനെ. ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള മനുഷ്യൻ മുത്ത് നബിയെ സ്വപ്നം കണ്ട ആളല്ലേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തെ അവസരം അതാണ്. രണ്ടാമത്തെ അവസരം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ കാണലാണ് മുത്തുനബിയെ. മൂന്നാമതൊരു സത്യവിശ്വാസിക്ക് ഭൂമിയിൽ നിന്നും നബിയെ കാണാനുള്ള മൂന്നാമത്തെ അവസരം അവന്റെ മരണ നേരമാണെന്ന് ഇമാമിങ്ങൾ പറയുന്നുണ്ട്. ആ മരണനേരത്ത് മുത്തുനബിയെ കണ്ടുകൊണ്ട് മരിക്കുമ്പോൾ മരണവേദനയില്ല. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? നമ്മുടെ പൂർവീകരായ ആളുകളൊക്കെ സ്വപ്നത്തെ അവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. സ്വപ്നത്തിലൂടെ പലതും നിർദ്ദേശിച്ചിട്ട് അത് ചെയ്യാത്ത ആളെ സ്വപ്നത്തിൽ വന്ന് ശകാരിക്കുന്ന സംഭവം ഹദീസിലുണ്ട്. അള്ളാഹു തൗഫീഖ്. ഇന്നിപ്പോ ഇത്ര നേരമായില്ലേ, അടുത്ത ക്ലാസ്സിൽ അത് പറയാം. അള്ളാഹു തൗഫീഖ്. ഏതായാലും ലോകാവസാനത്തിന്റെ മുമ്പ് നല്ല സ്വപ്നം കിട്ടാത്ത കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ലം തകദ് റുയൽ മുഅ്മിന തക്ദിബു. നല്ല സ്വപ്നം കിട്ടാത്ത കാലം വരും. അങ്ങനത്തെ കാലഘട്ടത്തിൽ അസ്ദഖുഹും റുയ അസ്ദഖുഹും ഹദീസ.
എപ്പോഴും നല്ലത് മാത്രം പറയുന്ന നാവുള്ള ആള് ആരോ അവർക്കായിരിക്കും ആ കാലഘട്ടത്തിൽ നല്ല സ്വപ്നം കാണാൻ കഴിയാ. മഹാന്മാരായ ഇന്നലകളിൽ കഴിഞ്ഞ ആലിമീങ്ങൾ കണ്ട പോലെ, സുഫിയാക്കൾ കണ്ട പോലെ, അമ്പിയാക്കൾ കണ്ട പോലെ, ഔലിയാക്കൾ കണ്ട പോലെ, മഹാന്മാരൊക്കെ ഇന്നലകളിൽ നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് അതിന്റെ അർത്ഥം അറിഞ്ഞ പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ, സിദ്ദീഖേ, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് നബിയേ അവിടുത്തെ സ്വപ്നം? ഞാൻ അങ്ങയുമായി ഓട്ട മത്സരം നടത്തുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോള് ആയിഷ ബീവിയുടെ കൂടെ ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. സിദ്ദീഖേ, ഞാനും താങ്കളും ഓട്ട മത്സരം നടത്തുന്ന ഒരു സ്വപ്നം ഇന്നലെ ഞാൻ കണ്ടിരുന്നു. ഓ നബിയെ, കണ്ടു സിദ്ദീഖേ. ആരാ ജയിച്ചത് നബിയെ? സിദ്ദീഖേ, ഞാനാണ്. നിങ്ങൾ ഓടിയെത്തുന്നതിന്റെയും 2 സാഅത്ത് മുമ്പേ ഞാനാണ് ഓടിയെത്തിയതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങളെക്കാളും 2 അടി മുമ്പേ അല്ലെങ്കിൽ 2 സാഅത്ത് മുമ്പേ ഞാനാണ് മത്സരത്തിൽ ജയിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പറഞ്ഞു, മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ വഫാത്തിന് ശേഷം ഞാൻ 2 വർഷമേ ജീവിക്കൂ, അല്ലേ? 2 വർഷമെങ്കിലും ഞാൻ ജീവിച്ചാലാണല്ലോ അങ്ങയുടെ അടുത്തേക്ക് വരാൻ പറ്റുക. ഇവിടെ കരഞ്ഞത് മരിച്ചു പോകുന്ന ഓർത്തിട്ടല്ല, മരണം വൈകിയതിലുള്ള കരച്ചില. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ നേരം വിവരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസ് ശകലങ്ങളിലൊക്കെ കാണാം, എനിക്ക് നേരത്തെ നബിയോട് ചേരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന പ്രയോഗങ്ങളൊക്കെ. 2 വർഷം ഞാൻ കാത്തിരിക്കണമെന്നാണല്ലോ. ഈ ഓട്ടമത്സരം ജീവിതമാണ്, അവിടുത്തെ വിജയം മരണമാണ്. ഓട്ടമത്സരം അവസാനിച്ചോടുത്ത് മരണം. 2 വർഷമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം സിദ്ദീഖ് ജീവിച്ചത്. വ്യാഖ്യാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അറിയാമായിരുന്നു, സ്വഹാബികൾക്ക് അറിയാലോ. റസൂൽ കണ്ട സ്വപ്നത്തിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം. ഇബ്നു സീരീൻ തങ്ങളുടെ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ ഇത് ഉദ്ധരിക്കുന്നത് കാണാം. അപ്പൊ പൂർവീകർ ഇതൊക്കെ മനസ്സിലാക്കാൻ ഉപയോഗിച്ചു. അവസാന കാലഘട്ടത്തിൽ നല്ല സ്വപ്നം കാണുന്നവരെ കിട്ടാതെ വരുമ്പോ, അവസാന കാലഘട്ടത്തിൽ ഏറ്റവും നല്ല വർത്തമാനം മാത്രം പറയുന്ന ആളുകൾക്കായിരിക്കും നല്ല സ്വപ്നം കാണാൻ കഴിയുക. അള്ളാഹു അവരിൽ നമ്മെ ചേർക്കട്ടെ. സത്യം മാത്രം പറയാ, വർത്താനം പറയണത് മുഴുവൻ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം നാവിൽ വരുന്ന ആളുകൾ. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഒന്നും നാവിൽ വരൂല, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രമേ നാവിൽ വരൂ. അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല സ്വപ്നം അവസാന കാലഘട്ടത്തിൽ കിട്ടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം സ്വപ്നം നമുക്ക് വലിയ വിലപ്പെട്ടതാണ്. ഈ ഹദീസ് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നാളെ അടുത്ത ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തൽക്കാലം ആ ഹദീസ് അവിടെ വെക്കാണ്. ഇനി നമ്മൾ പലതും സ്വപ്നം കാണാറുണ്ട്, അല്ലേ? സാന്ദർഭികമായി ഇങ്ങനെ പറഞ്ഞു പോവാണ്. പലതും സ്വപ്നം കാണാറുണ്ട്. ഉദാഹരണം, നമ്മൾ പാമ്പിനെ സ്വപ്നം കാണാറുണ്ട്. അതിന്റെ വ്യാഖ്യാനം എല്ലാവർക്കും അറിയാം, ശത്രുവാണ് എന്നത്. പാമ്പ് ഹദീസുകളിലും പ്രമാണങ്ങളിലും ശത്രു എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ആ അർത്ഥത്തിലേക്ക് പോയത്. പിന്നെ കാണാൻ ചിലർ സ്വപ്നം കാണും, ആനയെ സ്വപ്നം കാണും. ആന ഒരു പ്രൗഢിയുടെ അടയാളമാണ്. ആനയെ സ്വപ്നം കണ്ടാൽ പദവിയും സമ്പത്തും വരാം എന്നാണ് അതിന് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ പ്രമാണങ്ങളിലൊക്കെ ആനയെ ഒരു പ്രൗഢിയുടെ ഭാഗമായിട്ടാണ് പ്രമാണങ്ങൾ, ചരിത്രങ്ങൾ പൊതുവെയുള്ള അതേക്കുറിച്ചുള്ള താല്പര്യം, ഒരു പ്രൗഢി, ഒരു ഇസ്സത്ത്. അപ്പൊ ആന സമ്പത്തിനെയും പ്രതാപത്തെയും സൂചിപ്പിക്കുകയാണ്. പിന്നെ കാണാറുണ്ട് ചീങ്കണ്ണിനെ സ്വപ്നം കാണും ചിലര്. പടച്ചോനെ, ചീങ്കണ്ണി എന്ന് പറഞ്ഞ ഒരു നികൃഷ്ടമായ ജീവിയാണ്. നമുക്കൊരു കൊടിയ ശത്രു, ശക്തനും ബലവാനുമായൊരു ശത്രുവായിരിക്കും. കാരണം ചീങ്കണ്ണിയുടെ രൂപം ഒരു എന്താ പറയാ, ഒരു വൃത്തികേട. ചീങ്കണ്ണി എങ്ങനെ ഉണ്ടാകുന്നത്? രോഗിയായ മനുഷ്യൻ രോഗത്തിലേക്ക് എത്തുമ്പോ ആ രോഗം തന്നത് അള്ളയാണ്, ഇതിനെനിക്ക് കൂലി തരും എന്ന് വിശ്വസിച്ച് രോഗത്തിൽ ക്ഷമിച്ചാൽ ആ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു മലക്കിനോട് എടുത്തു മാറ്റാൻ പറയും. ഈ പാപമാണ് പിന്നീട് സമുദ്രത്തിലും വെള്ളത്തിലും എറിഞ്ഞ് അതിൽ നിന്നും ചീങ്കണ്ണിയുടെ രൂപത്തിലേക്ക് പ്രാപിക്കുക എന്ന് പോലും ചില തസവുഫിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അതായത് ഒരു മോശമായ അവസ്ഥയാണ് ചീങ്കണ്ണിയെ കുറിച്ച് ധരിക്കപ്പെടുന്നത്. അതിന്റെ സങ്കല്പം അങ്ങനെയാണ്. ചീങ്കണ്ണിയെ സംബന്ധിച്ചിടത്തോളം ആ താല്പര്യവും അങ്ങനെയാണ്.
അപ്പൊ ചീങ്കണിയെ സ്വപ്നം കാണുന്നിടത്ത് വ്യാഖ്യാനം നൽകപ്പെടുന്നത് നമുക്ക് തഫ്സീറുൽ അഹ്ലാം പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ കാണുന്നത്, ഇബ്നു സീരീൻ തങ്ങളൊക്കെ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് ചീങ്കണ്ണി ശത്രുവാണ് എന്ന് മാത്രമല്ല, പാമ്പിനെ പോലത്തെ ശത്രുവല്ല. പാമ്പിനെ കണ്ട ശത്രുവാണ്. ചീങ്കണ്ണി അതുപോലത്തെ ശത്രുവല്ല, ശക്തനും നികൃഷ്ടനുമായ ബലവാനായ ശത്രുവാണ്. ഇനി ചിലർ കാണും നായ ഓടിച്ചിട്ട് കടിക്കുന്നതായിട്ട്. അങ്ങനെയെങ്കിൽ നായ ശത്രു തന്നെയാണ്, പക്ഷെ ചെറ്റയായ ശത്രു എന്ന് അതിന് കൊടുക്കുന്ന വേഗം. ചെറ്റാന്ന് പറയില്ല നമ്മുടെ നാട്ടിൽ, എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡും ഇല്ല. ആ ഒരു അവസ്ഥയിൽ ഒരു നിലവാരവും ഇല്ലാത്ത ശത്രു അവൻ എന്തു തോന്നിവാസം ചെയ്യും. അവന്റെ പക്ഷം വിജയിക്കാൻ വേണ്ടി അവൻ എത്ര വൃത്തികേടും ചെയ്യും. അതാണ് നായ. കാരണം നായയെ സംബന്ധിച്ച് മുഗല്ലലായ നജസാണ്. സങ്കല്പം, നായയെ കുറിച്ചുള്ള സങ്കല്പവും പ്രാമാണിക ചർച്ചയും നായ നികൃഷ്ടതയിലേക്ക്, വൃത്തികേടിലേക്ക്, എല്ലാം വൃത്തികേടും പരസ്യമായി ചെയ്യുന്ന സാധനം നായ. നായ അനുസരണകേടുള്ള ജീവിയാണ്. എങ്ങനെ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ കപ്പലിൽ കയറിയ ഇണജീവികളോട് ബന്ധപ്പെടരുതെന്ന് പറഞ്ഞപ്പോ അവിടെ നബിയെ അനുസരിക്കാതെ ബന്ധപ്പെട്ടത് നായയാണ്. എന്നിട്ട് നൂഹ് നബി ദുആ ചെയ്ത് പടച്ചോനെ ഇനി ഇവർ ബന്ധപ്പെടാണെങ്കിൽ 4 ആള് കാണണം. അതുകൊണ്ട് നായ ഇന്ന് ബന്ധപ്പെടുമ്പോ 4 ആള് കാണും. ഒരു നികൃഷ്ടത, ഒരു എന്താ പറയാ, ഒരു മോശമായ സങ്കല്പം നായയെ കുറിച്ചുള്ള താല്പര്യത്തിൽ പൊതുവെ ഉണ്ട്. നായ എന്താ പറയാ, നിലവാരമില്ലാത്ത ശത്രുവാണ്. അങ്ങനെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഒരു വലിയൊരു കാര്യമാണ് മരണപ്പെട്ടവരെ സ്വപ്നം കാണാം. മരണപ്പെട്ടവരെ സ്വപ്നം കാണാറുണ്ടല്ലോ. മരണപ്പെട്ടവരെ സ്വപ്നം കണ്ടുപോകും. എന്താ കാര്യം? അത് അവരോടുള്ള ഒരു ഹൃദയബന്ധമാണ്. മരണപ്പെട്ടവരുടെ അവസ്ഥ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ആണ്. ഒരാൾ മരിച്ചുപോയ ആള് സ്വപ്നത്തിൽ വന്നിട്ട് എന്താണോ പറയുന്നത്, ആ പറയുന്ന വാക്കാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. ഇപ്പൊ മരണപ്പെട്ട ആള് വന്നിട്ട് സ്വപ്നത്തിൽ ഇന്ന കാര്യം ഇന്നതുപോലെ ചെയ്യണോട്ടോ, ഞാൻ അവിടെ അത് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ടെന്ന് അയാൾ ഒന്ന് പറഞ്ഞ അതിനർത്ഥം അയാൾ ആ പറഞ്ഞ വാക്കുകൾ എന്തോ അത് തന്നെയാണ് ആ സ്വപ്നത്തിന്റെ അർത്ഥം. മരണപ്പെട്ട ആള് സ്വപ്നത്തിൽ വന്ന് പറയുന്ന കാര്യം അത് തന്നെയാണ് അതിന്റെ വ്യാഖ്യാനം. അത് പുലരും. അതാണ് അതിന്റെ വ്യാഖ്യാനമായി കാണേണ്ടത്. മരണപ്പെട്ട ആള് വന്നു സ്വപ്നത്തിൽ, അത് എന്താ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇങ്ങനെയല്ല ചിലർ പറയാറുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് ആയിഷ ബീവിയുടെ ദുആ. ഒരു ലക്ഷണമൊത്ത സ്വപ്നം കിട്ടണമെങ്കിൽ ലക്ഷണമൊത്ത സ്വപ്നം എല്ലാം ഓർമ്മയുണ്ടാവും നേരം വെളുക്കുമ്പോൾ. അതാ ലക്ഷണമൊത്ത നുബുവത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വപ്നം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മരണപ്പെട്ട ആളെ വെള്ള വസ്ത്രത്തിലും നല്ല വേഷത്തിലും നിസ്കരിക്കുന്ന രൂപത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ മരണപ്പെട്ട ആളുടെ ആഖിറം അതുപോലെയാണ്. മരണപ്പെട്ട ആളെ ഒരു സാധാരണ വേഷത്തിലാണ് കാണുന്നതെങ്കിൽ അയാൾക്ക് അങ്ങനെ വലിയ പദവിയൊന്നും ആഖിറത്തിലില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇതേപ്പറ്റിയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മരണപ്പെട്ട ആളെ മോശമായ അവസ്ഥയിൽ കണ്ടാൽ അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. ആ മരണപ്പെട്ട ആളെ അള്ളാഹു കാണിച്ചു തരാണ് അയാളുടെ പരലോകം എങ്ങനെയാണ്. ജീവിച്ചിരിക്കുന്ന ഈ നല്ല മനുഷ്യനത് കണ്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ദുആ ചെയ്തും ഇസ്തിഗ്ഫാർ ചൊല്ലിയും അയാളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഉപയോഗപ്പെടുത്താം ആ സ്വപ്നത്തെ. അതാണ് അതിന്റെ മെസ്സേജ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ. മരണപ്പെട്ടവരെ സ്വപ്നം കണ്ടാൽ, സൂറത്ത് യാസീൻ ഓതുന്ന സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനം എന്ന് ഈ നമ്മുടെ കമന്റിൽ ആരോ എഴുതി ചോദിച്ചു. സൂറത്ത് യാസീൻ പാരായണം ചെയ്ത് പൂർത്തീകരിച്ചു, എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മീയമായ ജീവിതം, ദീനീ ബോധം കൃത്യമാണ് ഇപ്പോൾ നിലവിൽ എന്നതാണ് അതിന്റെ വ്യാഖ്യാനം. 114 അധ്യായങ്ങളും നമുക്ക് 114 വ്യാഖ്യാനങ്ങളിലൂടെ വായിക്കാൻ കഴിയും. ഒരാള് സൂറത്ത് ഹൂദ് സ്വപ്നം കണ്ടാൽ, ഓതുന്നതായ സ്വപ്നം കണ്ടാൽ, അല്ലെങ്കിൽ സൂറത്ത് യാസീൻ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ ബഖറ, അങ്ങനെ ഓരോന്നും സ്വപ്നം കാണുമ്പോൾ ഓരോ സൂറത്തിനും ഓരോ വ്യാഖ്യാനങ്ങളാണ്. ഇതൊക്കെ മഹാനായ ഇമാം ഇബ്നു സീരീൻ. ആരാ ഇബ്നു സീരീൻ? സ്വഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ശിഷ്യനാണ്. താബിഈങ്ങളിൽ പെട്ട ആളാണ്. ഗ്രന്ഥങ്ങൾ മഹാനവറുകളുടെ കാലം മുതൽക്ക് ഗ്രന്ഥങ്ങളിൽ, അല്ലെങ്കിൽ അവിടുത്തെ കാലശേഷം ആ ആദ്യകാലങ്ങളിൽ തന്നെ, ഗ്രന്ഥങ്ങൾ രൂപപ്പെട്ട ആ കാലങ്ങളിൽ തന്നെ ഈ സ്വപ്ന വ്യാഖ്യാനങ്ങളൊക്കെ കുറിക്കപ്പെട്ടിട്ടുണ്ട്. താബിഈങ്ങളും താബിഈങ്ങൾ വഴി ഇത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ച ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലും നമുക്ക് തുടരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.